ഡൽഹിയിൽ ആം ആദ്മിയെ പ്രതിരോധത്തിലാക്കി വീണ്ടും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്. ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഗുരുതര അനാസ്ഥകളെക്കുറിച്ചാണ് CAG-യുടെ രണ്ടാം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ആം ആദ്മി സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത നിയമസഭയിൽ അവതരിപ്പിച്ചതാണ് റിപ്പോർട്ട്. കോവിഡ് പ്രതിരോധത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 787.91 കോടി രൂപയിൽ 582.84 കോടി രൂപ മാത്രമാണ് ആം ആദ്മി ഉപയോഗിച്ചത്. 2016, 17 മുതൽ 2021, 22 വരെയുള്ള കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണക്കുകളെന്നും ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു. ആം ആദ്മി സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായിരുന്ന മൊഹല്ല ക്ലിനിക്കുകളുടെ അടിസ്ഥാന സ്ഥിതിയെക്കുറിച്ചും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ആയുഷ് ഡിസ്പെൻസറികളുടെ അവസ്ഥ പരിതാപകരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 49 ഡിസ്പെൻസറികളിൽ 17 എണ്ണത്തിൽ വൈദ്യുതി ലഭിക്കുന്നില്ല. മറ്റ് ആയുഷ് ഡിസ്പെൻസറികളിൽ ടോയ്ലറ്റ് സൗകര്യവും കുടിവെള്ള സൗകര്യവുമില്ല. ആരോഗ്യ ജീവനക്കാർക്ക് വേതനം കുറവാണെന്നും റിപ്പോർട്ടിലുണ്ട്. മാനവ വിഭവശേഷി വികസനത്തിനായി 52 കോടി രൂപ അനുവദിച്ചെങ്കിലും 30.52 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മാസ്കുകൾക്കും മരുന്നുകൾക്കും മറ്റ് സൗകര്യങ്ങൾക്കും കേന്ദ്രം 119.85 കോടി രൂപ അനുവദിച്ചു. അതിൽ 83.14 കോടി രൂപ ഉപയോഗിക്കാതെ കിടക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഓഡിറ്റ് കാലയളവിൽ നിർമ്മാണത്തിലുണ്ടായിരുന്നത് 8 ആശുപത്രികളായിരുന്നു. അതിൽ 3 എണ്ണത്തിന്റെ നിർമ്മാണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ആശുപത്രികളിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. ശസ്ത്രക്രിയകൾക്കായി 6 മുതൽ 8 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 14 ആശുപത്രികളിൽ ICU സേവനങ്ങളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു.